നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ രാവിലെ ആരംഭിച്ചതിന് ശേഷം ഇന്ത്യ ആകെ ഉറ്റുനോക്കിയ ഒരു വാർത്തയുണ്ട്. വാരാണസി മണ്ഡലത്തിൽ നരേന്ദ്രമോദി പിന്നിൽ എന്നുള്ളതാണ്. അത് ചെറിയ വോട്ടിനൊന്നുമല്ല, കാര്യമായ വോട്ടിന് പിന്നിൽ എന്നുള്ളതാണ്. ആ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് ഇന്ത്യയിൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ സൃഷ്ടിക്കപ്പെട്ട നറേറ്റീവിൻ്റെ തുടർച്ചയായി ഓരോരുത്തരും അന്തിച്ചു പോയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്നും നമ്മുടെ ഏകാധിപത്യ പ്രവണതകളുടെയും ജനങ്ങളെ മറന്നുള്ള പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായി തിരിച്ചടികൾ നേരിടും എന്നുമുള്ള പാഠങ്ങൾ ജനാധിപത്യം നൽകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ മറന്നിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് മറന്നത് എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു 10 വർഷമാണ് നമ്മൾ കടന്നുപോയത്. ഇനി 10-20 കൊല്ലക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ധാരണയിലായിരുന്നു നമ്മൾ. കാരണം മതം ലോകത്തെങ്ങുമുള്ള രാഷ്ട്രീയ മേഖല അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഭരണത്തിൽ, രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒക്കെ ഇടപെട്ട് തുടങ്ങിയ മതത്തെ രാഷ്ട്രീയത്തിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് പുതിയൊരു ക്യാൻസറിൻ്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് അത് അവതരിച്ചത്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഭൂരിപക്ഷ മതത്തിൻ്റെ രാഷ്ട്രീയം, അത് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഇതിൻ്റെയൊക്കെ തുടർച്ചയായി നമ്മൾ ഇത് എക്കാലവും സഹിക്കേണ്ടി വരും എന്നുള്ള ധാരണയിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എക്സിറ്റ് പോളുകളിൽ പോലും 350 സീറ്റുകൾ ചുരുങ്ങിയത് കിട്ടും, BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെയുള്ള എക്സിറ്റ് പോളുകളും പ്രവചനങ്ങളും വിശകലനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് NDAക്ക് ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കാഴ്ച, അതും തട്ടിമുട്ടി ഒപ്പിച്ചു പോകുന്ന കാഴ്ച, മോദി പറഞ്ഞതുപോലെ 400 വോട്ടിൻ്റെ പ്രഭയിൽ ഈ ദൈവം, മോദി തന്നെ പറയുന്നത് പോലെ ദൈവം അയച്ച ഞാൻ നിൽക്കുന്ന ഒരു കാഴ്ച ഒക്കെ കാണുമോ എന്ന് ഉറ്റുനോക്കിയ ആളുകൾക്ക് തട്ടിമുട്ടി അലയൻസ് NDA 300-ൽ എത്താത്ത അവിടെ ഇങ്ങനെ തപ്പിക്കളിക്കുന്ന സാഹചര്യമാണുള്ളത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നുള്ള രാഷ്ട്രീയ വസ്തുത കൂടി, ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ 10-20 കൊല്ലത്തേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ഇവരങ്ങ് ഭരിച്ചു മുന്നോട്ട് പോകും, ഇതങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ധാരണയ്ക്കേറ്റ കനത്ത ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒരർത്ഥത്തിൽ ദേശീയ തലത്തിൽ ചിലപ്പോൾ ഇനി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA അലയൻസ് തന്നെ ഭരണത്തിലേറിയേക്കാം. ഒരുപക്ഷെ വാജ്പേയിയൊക്കെ പോലെ തന്നെ ഒരു മുന്നണി ഭരണം മുന്നോട്ട് കൊണ്ടുപോയേക്കാം. പക്ഷേ നമ്മൾ ഈ 10 കൊല്ലം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ചില ഭീതികളുണ്ട്. ഇതൊരു മതരാഷ്ട്ര പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന തരത്തിൽ, ഭരണഘടനയെ അങ്ങ് എടുത്തെറിയുന്ന തരത്തിൽ ഉണ്ടാകും എന്നൊക്കെയുള്ള ലക്ഷണങ്ങൾ പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചപ്പോഴൊക്കെ അതിനെ എതിരായ പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ആളുകളുടെ മനസ്സിൽ നടക്കുകയായിരുന്നു. അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഫലമാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ള ഒരാലോചന പ്രാഥമികമായി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിനുള്ള തുടർച്ചയായ തിരിച്ചടികൾ ലഭിക്കുന്നതിനുള്ള തുടക്കം ഈ തരത്തിലുള്ള കഴിഞ്ഞ 10 വർഷം എടുത്ത സമീപനത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുൻഗണന നൽകും എന്നുള്ള കേവലമായ ചില ഉപയോഗങ്ങൾ ജനങ്ങളെ കൊണ്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കാലങ്ങളായി സർക്കാരുകൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത്ര പോലും എത്താത്ത നിലയിൽ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് BJPയും നരേന്ദ്രമോദിയും ശ്രമിച്ചത്. അതിനെയൊക്കെ മോദി ഗ്യാരണ്ടി എന്ന പേരിൽ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മുമ്പുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും ഓർക്കാതെ ആ പ്രശ്നങ്ങളെ തങ്ങളുടെ ക്രെഡിറ്റായി മാറ്റുന്നതും ഇത് ലോകത്താരും ചെയ്യാത്ത കാര്യമാണ് എന്ന് വരുത്തി തീർക്കുന്നതുമായ ശ്രമങ്ങൾ ഒരു ഭാഗത്തുണ്ടായി. എന്നാൽ അതിനെയൊക്കെ തള്ളിക്കളയുന്ന വിധത്തിലേക്ക് ജനങ്ങൾക്ക് ഒരു മിനിമം തൊഴിലുറപ്പ് പദ്ധതി പോലെ ഒരു പദ്ധതി പോലും അവർക്ക് ഉപകാരപ്രദമായി ലഭിച്ചില്ല എന്നുള്ള മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ പദ്ധതിയെ പോലും അതിൻ്റെ അടുത്തുപോലും പോകാത്ത തരത്തിലുള്ള ഒരു സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഗ്യാസ് കൊടുത്തു, ഉജ്ജ്വൽ യോജന എന്നൊക്കെ പറഞ്ഞ് പലവിധ വാഗ്ദാനങ്ങൾ കൊടുത്തു. വീട്ടിൽ പോയി നോക്കുമ്പോൾ ഒരു ഗ്യാസ് കൊടുത്തിട്ടുള്ളൂ ഫ്രീ ആയിട്ട്, ബാക്കി പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നുള്ള അവസ്ഥയിൽ ഗ്യാസ് കുറ്റിയെ ഒരു തൂണാക്കി മാറ്റുന്ന വീടുകളാണ് നമ്മൾ മാധ്യമങ്ങൾ കണ്ടത്. മാധ്യമങ്ങൾ നമ്മുടെ അടുത്തേക്ക് തന്ന ഫീലിംഗ് പക്ഷേ അതല്ലെങ്കിലും ചിത്രം അതായിരുന്നു, വിഷ്വൽ അതായിരുന്നു. ആ വിഷ്വൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോണും സിന്ധു സൂര്യകുമാറും PG സുരേഷ് കുമാറും ചർച്ചയിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഗ്യാസെങ്കിലും കിട്ടിയല്ലോ, അതുകൊണ്ട് മൊത്തത്തിൽ വോട്ട് ചെയ്തോളും എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളതാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഇതാ മതത്തിൻ്റെ പ്രതിനിധികളായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ജനാധിപത്യ സംവിധാനം പിന്തുടർന്ന് പോന്നിരുന്ന വഴികളെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു. എന്നാൽ UPയിൽ പോലും അഖിലേഷ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ SP പോലെയുള്ള പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന മുന്നേറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സീറ്റ് പോയിട്ട് പകുതി സീറ്റ് പോലും നിലനിർത്താനുള്ള പ്രയത്നം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന കാഴ്ചയാണ്, ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ വിയർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗുജറാത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ചില സൂചനകൾ
അവർക്ക് അനുകൂലമായ ചില നിലപാടുകളുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒപ്പം മറ്റ് ഹരിയാന, പഞ്ചാബിൽ ഒക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുന്നേറ്റങ്ങളെയും കാണേണ്ടത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെയോ NDA-യോ പൂർണ്ണമായും തുടച്ചു മാറ്റി പുതിയൊരു സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 100 സീറ്റോടെ കോൺഗ്രസ് നിൽക്കുന്നു. അതിലുപരി 250 സീറ്റോളം എത്താവുന്ന തരത്തിൽ ഭീഷണിയായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന രീതിയിൽ കരുത്തുറ്റ ഒരു മുന്നണിയായി ഇന്ത്യ മുന്നണി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതുകൊണ്ട് എക്കാലവും തങ്ങളുടെ സ്വപ്നം ഫലവത്താക്കുന്ന രീതിയിലേക്ക് 400 സീറ്റും വാങ്ങിച്ചുകൊണ്ട് തീരുമാനങ്ങൾ അത്തരത്തിൽ ഏകാധിപത്യ പ്രവണതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മുൻ അനുഭവങ്ങളെ വീണ്ടും പുനരാവിഷ്കരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുക എളുപ്പമല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ ഇത് പല രീതിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ സംഭവങ്ങൾ. BJP-യുടെ ഭീതി യാഥാർത്ഥ്യമായിരുന്നു. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി വിദ്വേഷ പ്രസംഗങ്ങൾ തന്നെ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം. അവർക്ക് ആ തിരിച്ചറിവുണ്ടായി. അത്തരത്തിലുള്ള മോദി ഗ്യാരണ്ടിയും കൊണ്ടുപോയ ആൾക്കാർ ഓടിച്ചുവിടും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വ്യാപകമായി പല വിധത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായി. അതിനു മുമ്പ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ കണ്ടതാണ്. കെജ്രിവാളിനെ ജയിലിലടച്ചു. ഒരുപക്ഷെ കെജ്രിവാളിൻ്റെ ആപ്പിൻ്റെ സ്വാധീനം ഡൽഹിയിൽ പ്രത്യക്ഷത്തിൽ റിസൾട്ടിൽ കാണാനില്ല എങ്കിൽ പോലും മറ്റ് പഞ്ചാബിലും ഹരിയാനയിലും ഇന്ത്യയാകെയും ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇതൊരു ഘടകമായിരുന്നു കെജ്രിവാളിനെതിരായ നീക്കം. അതോടൊപ്പം ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളൊക്കെ ചർച്ചയായി. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഫലിച്ചില്ല അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയില്ല എന്ന് വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി അത്ര എളുപ്പമല്ല. അതൊക്കെ വസ്തുതകളായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ തുടർച്ചയായാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കാര്യം. നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട ചില പ്രസംഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാസിക്കിൽ പ്രചരണം നടത്തിക്കൊണ്ട് മോദി പറഞ്ഞു, രാജ്യത്തിൻ്റെ ബജറ്റിൽ 15% വിഹിതം മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബജറ്റുകൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് UPA സർക്കാർ നിലപാടെടുത്തിരുന്നു. കോൺഗ്രസിൻ്റെ മുന്നിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുക എന്ന ലക്ഷ്യമാണ്. OBC സംവരണം കവർന്ന് അവർക്ക് നൽകുക എന്ന ലക്ഷ്യം. അവർക്ക് മുന്നിൽ ഒറ്റ പക്ഷമേ ഉള്ളൂ, അത് അവരുടെ വോട്ട് ബാങ്കാണ് എന്ന പ്രസംഗം. ഇതിലേക്കൊക്കെ എത്തിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗ് ശതമാനത്തിലുണ്ടായി ഇടിവ് അവരെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയതാണ്. അങ്ങനെയാണ് ഈ രീതിയിലേക്ക് പ്രസംഗങ്ങൾ മാറുന്നത്. ഏപ്രിൽ 22-നാണ് അലിഗഡിൽ, ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഇത്രയും തിരിച്ചടി നേരിട്ട അതേ അയോധ്യ നിലനിൽക്കുന്ന അലിഗഡിൽ മോദി ആ പ്രസംഗം നടത്തിയത്. അതിലെ പ്രധാന പോയിന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ താലിമാല വരെ കോൺഗ്രസ് പിടിച്ചെടുത്ത് വീതം വയ്ക്കും, എല്ലാവരുടെയും സ്വത്തും വരുമാനവും ഓഡിറ്റ് ചെയ്യും എന്ന് കോൺഗ്രസിൻ്റെ രാജകുമാരൻ പറയുന്നു. വീട്, വാഹനം, സ്വർണം ഒക്കെ പിടിച്ചെടുക്കും, അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കെട്ടുതാലി പിടിച്ചെടുക്കും എന്ന്. ഏപ്രിൽ 30-ന് ബാഗൽകോട്ട് കർണാടകത്തിൽ പറഞ്ഞു, OBC-കൾക്കൊപ്പം എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി കോൺഗ്രസ് കർണാടകയിൽ പിൻവാതിലിലൂടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുകയാണ്. നിങ്ങളുടെ ഭാവി തലമുറകളെ നശിപ്പിക്കുന്ന അപകടകരമായ കളിയാണ് കോൺഗ്രസ് കളിക്കുന്നത്. സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കാനാണ് ശ്രമം എന്ന് പറഞ്ഞു. മെയ് 1-ന് ബനാസ്കാണ്ടയിൽ, ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ കോൺഗ്രസ് ഭരണഘടന മാറ്റില്ല എന്ന് എഴുതിത്തരാൻ തയ്യാറാകുമോ? അതിന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. മെയ് 4-ന് ചായ് ബാസ, ജാർഖണ്ഡിൽ പറഞ്ഞു, പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യുമെന്ന് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുന്നു. മോദിക്കെതിരെ ജിഹാദ് ചെയ്യാൻ കോൺഗ്രസ് ചിലരോട് ആവശ്യപ്പെടുന്നു. ഒരു പ്രത്യേക മതത്തിലുള്ളവരോട് മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് ഏത് തലത്തിലേക്കാണ് കുത്തിയിരിക്കുന്നത്? വോട്ട് ജിഹാദ് അംഗീകരിക്കാനാകുമോ? ജനാധിപത്യത്തിൽ ഇത് അനുവദിക്കാനാകുമോ എന്ന് മോദി ചോദിച്ചു. മെയ് 7-ന് മധ്യപ്രദേശിലെ ധറിൽ കായിക മേഖലയിൽ മതാടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ക്രിക്കറ്റ് ടീമിൽ ആര് വേണമെന്നും കോൺഗ്രസ് തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗം അവിടെയും നടത്തി. 1947 രാജ്യത്തെ എന്തുകൊണ്ട് 3ആയി വിഭജിച്ചു എന്നും ഈ രാജ്യം മുഴുവൻ പാകിസ്ഥാനാക്കാനും ഇന്ത്യ ഇല്ലാതാക്കാനും കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു എന്നും ഒക്കെ മോദി പറഞ്ഞു. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രമാത്രം വിദ്വേഷ പ്രസംഗങ്ങളാണ് രാജ്യത്തെങ്ങും നടത്തിയത്. ഇതിൻ്റെ തുടർച്ചയാണ് ഈ റിസൾട്ട് എന്നുള്ള കാര്യം ഒരു തിരിച്ചറിവായി നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടാണ് കേവല ഭൂരിപക്ഷവും 400 സീറ്റും എന്ന NDA-യെ മുൻനിർത്തിക്കൊണ്ടുള്ള ലക്ഷ്യത്തിലേക്ക് BJP സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ ആ സ്വപ്നം നടക്കില്ല. ദുസ്വപ്നത്തിൽ പോലും കാണാത്ത വിധം BJP ഒറ്റക്കക്ഷിയാകാനേ സാധ്യതയില്ല എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ സീറ്റ് നില തന്നെ കടന്ന് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇത്തരം പ്രസംഗങ്ങളുടെ, ഇത്തരം കാഴ്ചപ്പാടുകളുടെ, ജനങ്ങളുടെ ജീവിതത്തെ മറന്നുകൊണ്ട്, ഇന്ത്യയുടെ മതേതര പാരമ്പര്യം മറന്നുകൊണ്ടുള്ള സമീപനത്തിൻ്റെ മേൽ ലഭിച്ച കനത്ത ആഘാതമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്, SP-യുടെ തിരിച്ചുവരവ്, ഇങ്ങനെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ ശക്തികളെല്ലാവരും അവരുടെ മികച്ച പ്രകടനം
പ്രഖ്യാപനം പുറത്തെടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശക്തമായൊരു പ്രതിപക്ഷം ഈ കാലത്ത് ഉണ്ടാകും എന്നുള്ള ഒന്നാമത്തെ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ബാക്കിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ അലയൻസ് വിട്ടുകൊണ്ടുള്ള മറ്റൊരു തരത്തിലേക്കുള്ള ചർച്ചകൾ എത്തും എന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷം ഈ മോദി സർക്കാർ നടത്തിയ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായി അവർക്കേറ്റ ആഘാതം ചില്ലറയല്ല. അവർക്കേറ്റ ആഘാതം എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ തിരിച്ചു വരാനുള്ള ആഗ്രഹം, ഇന്ത്യയാക്കി നിലനിർത്താനുള്ള ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വോട്ടിങ്ങിലൂടെ അവർ കാഴ്ചവെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആലോചനയിലേക്ക് വരേണ്ടത്. ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ നമ്മളുടെ മുന്നിലേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഇടയ്ക്ക് തിരിച്ചടിയേറ്റ സാഹചര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെയും റായ്ബറേലിയിലെ ലീഡുമുണ്ട്. വയനാട്ടിലെ ലീഡും നരേന്ദ്രമോദിയുടെ വാരാണസിയിലെ ലീഡും താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യത്യാസങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരർത്ഥത്തിൽ നരേന്ദ്രമോദിയും BJPയും രാഹുൽ ഗാന്ധിയും മുതൽ ഇന്ത്യ മുന്നണിയെ ആകെ അപഹസിക്കുന്ന, കളിയാക്കുന്ന പല തന്ത്രങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. എല്ലാം ചെറുതാക്കി രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ചാരൻ എന്ന് വിളിക്കുന്ന നേതാക്കന്മാർ പോലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം മൂർധന്യത്തിൽ നരേന്ദ്രമോദി ജഗന്നാഥൻ്റെ ഭക്തനാണ് എന്ന് പറയുന്ന മോദി ഭക്തി കൊണ്ട് അങ്ങ് ഉറഞ്ഞു തുള്ളുന്ന BJP നേതാക്കളെയും നമ്മൾ കണ്ടു. ഒടുക്കം ഇതെല്ലാം കണ്ട് വിഭ്രമിച്ച പ്രധാനമന്ത്രി തന്നെ ഞാൻ ദൈവം അയച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുന്നത് പുണ്യമാണ് എന്ന നിലയിലേക്ക് വർത്തമാനങ്ങൾ എത്തിക്കാൻ പോലും ശ്രമിച്ചു എന്നുള്ള വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് വേണ്ടി സ്വയം പ്രഖ്യാപിത ദൈവമായി അവതരിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമം പാഴായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെയും മറികടക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിനും ഒപ്പം രാജ്യത്തെ ജനങ്ങൾക്കും കഴിയുമോ എന്നാണ് ഇനി നമുക്ക് ഉറ്റുനോക്കാനുള്ളത്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.